പൊളിപ്പടം. ടിക്കറ്റ് ഒക്കെ കിട്ടി. 16. നല്ല വയലൻസ്, നല്ല സിനിമയായിരുന്നു. അടിപൊളി വയലൻസ് സിനിമയാണ്. മസ്റ്റ് വാച്ചാണ്. ഓ എനിക്ക് ഇപ്പൊ 17-18 ആവാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു. കുറച്ച് ദിവസത്തിന് മുന്നേ മാർക്കോ മൂവിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർ തിയേറ്ററിൽ കയറിയിട്ട് ഈ മൂവി കാണുന്നു എന്നും പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ആ തിയേറ്ററുകാർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇവിടെ എന്തിനാണ് മൂവിക്കെതിരെ കേസ് കൊടുത്തതെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ മാർക്കോ മൂവി ഇറങ്ങിയ സമയം തൊട്ട് തുടങ്ങിയ ചൊറിച്ചിലാണ് കുറെ ആൾക്കാർക്ക്. പ്രത്യേകിച്ച് കുറച്ച് നടന്മാരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇനി ഞാൻ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഫിലിമി ടോക്കീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പബ്ലിക് റെസ്പോൺസ് ആണ് ഇട്ടിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ മാർക്കോ മൂവി പറ്റിയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇട്ടിരിക്കുന്നത്. മൂവി കൊള്ളാമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് വെറും 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരെടുത്താണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററുകാർക്കെതിരെയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്. മനഃപൂർവ്വം കുട്ടികളെ തിയേറ്ററിൽ കയറ്റിയിട്ട് പടം കാണിച്ചിട്ട് ആ മൂവിയിലെയും കൂടെ ബാധിപ്പിക്കുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് ബുക്ക് മൈ ഷോയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട്, ദിസ് മൂവി ഈസ് റേറ്റഡ് A and is only for viewers above 18. Please carry a valid ID or age proof to the theatre. If you are denied entry due to age or ID issues, you will not get a refund. Okay. അതായത് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒരു കാരണവശാലും ഈ മൂവി കാണാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ പടം കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ID പ്രൂഫും കാര്യങ്ങളും കൊണ്ടുപോകണം എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് തിയേറ്ററിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അതുപോലും ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നല്ല വയലൻസ്, നല്ല സിനിമയായിരുന്നു. അടിപൊളി വയലൻസ് സിനിമയാണ്. മസ്റ്റ് വാച്ചാണ്. ഓ എനിക്ക് ഇപ്പൊ 17-18 ആവാണ്. പൊളിപ്പടം. ടിക്കറ്റ് ഒക്കെ കിട്ടി. 16. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് 18. ഇല്ല സിനിമ. അതായത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കട്ട വയലൻസ് ആണ്. കൊണ്ടുപോവാമ പൊളിയായിരുന്നു, കിടിലായിരുന്നു കേട്ടോ. സെറ്റ് പൊളിച്ച് ഇങ്ങനെ കിടില മുന്നേ പോകുന്ന കിടിലായിട്ട് അഭിനയിച്ച് സെറ്റിന് രക്ഷയില്ല. എന്റെ പൊന്നോ, കിടില അഭിനയം. ഓ സെറ്റ് വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സെറ്റ്. മാസ് കൊച്ചുപിള്ളായിരുന്നു കൊണ്ടില്ലേ ഏപ്പടമാണ്. ഭയങ്കര സീന് പടം. ഞങ്ങള് ഫുള്ള് 18+ ആണ്. അടിപൊളിയാണ്. മസ്റ്റ് വാച്ച്. എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾ കാണും. അങ്ങേറ്റമാണ് കേട്ടോ. സഹിക്കാൻ പറ്റുള്ള പൊളി. ഒന്നും പറയില്ല. പോയി. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്തെല്ലാം 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരുകളാണ്. അപ്പൊ ഈ പിള്ളേരെ എല്ലാവരും തിയേറ്ററിനകത്തോട്ട് കയറ്റി ടിക്കറ്റ് കൊടുക്കുന്ന തിയേറ്റേഴ്സിനെയാണ് നമ്മൾ ശരിക്കും ചീത്ത വിളിക്കേണ്ടത്. അവർക്കെതിരെയാണ് കൊണ്ടുവന്ന് കേസ് കൊടുക്കേണ്ടത്. അല്ലാതെ മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവിയെ ടാർഗറ്റ് ചെയ്ത് അതിന്റെ പിന്നാലെ നടന്ന കേസ് കൊടുക്കലല്ല ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. ആ വന്ന വാർത്ത എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ. ആ കേസ് കൊടുത്തൊരു പുള്ളിയുണ്ട്. അതായത് ആ പുള്ളിക്കാരൻ തിയേറ്ററിൽ പോയ സമയത്ത് ഫാമിലി ആയിട്ട് കുട്ടികൾ വന്നിരുന്ന് കാണുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അയാൾ കേസ് കൊടുത്തിരുന്നത്. പക്ഷെ അത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം പല ഫാമിലീസിന്റെയും കൂടെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ തോളിൽ കിടന്ന് ഉറങ്ങിയൊക്കെ സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് എടുത്ത് വെച്ച് പറയാനായിട്ട് ഒന്നുമില്ല. പക്ഷെ ഈ കേസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മനഃപൂർവ്വം കാണിക്കുന്ന പരിപാടി തന്നെയാണ്. കാര്യം ഈ മൂവിയെയാണ് നല്ല രീതിയിൽ ഇത് ബാധിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ. ഇനി 2 ദിവസത്തിന് മുന്നേ ഈ കേസ് കൊടുത്തതിനെ പറ്റിയിട്ട് വന്ന വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. മാർക്കോ സിനിമ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി. A സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ. KPCC അംഗം അഡ്വക്കേറ്റ് JS അഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത്. R അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഈ സിനിമ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇത് കാണിക്കുന്നുവെന്നാണ് പരാതി. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമയാണ് മാർക്കോ. ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് KPCC അംഗം JS അഖിൽ പരാതി നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി. ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ A സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല. എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട്. JS അഖിൽ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ വയലൻസ് ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമയിൽ ഉണ്ടാകും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. അതിൽ അതിരൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ്. അത്തരം ദൃശ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് സ്വന്തം നിലയ്ക്ക് കണ്ടു എന്നുള്ളതാണ് അഖിലിൻ്റെ ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനും സിനിമയ്ക്കെതിരെ പരാതി JS അഖിൽ നൽകിയിരിക്കുന്നത്. ജയലക്ഷ്മി, അപ്പൊ ഇതായിരുന്നു ശരിക്കുള്ള കാരണം.
അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ മൂവിക്കെതിരെ കേസ് കൊടുക്കുന്നുള്ള രീതിയിൽ. ഇന്നൊക്കെ കേസ് കൊടുത്തിട്ട് എന്ത് നേടാനാണെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. പിന്നെ സെൻസർ ബോർഡിനെതിരെയൊക്കെ എന്തിനാണ് കേസ് കൊടുക്കുന്നത്? സെൻസർ ബോർഡ് മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി ഇറക്കിക്കുന്നത്. അതിനാണ് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഈ മൂവിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയുടെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, ഇവരാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത്. ഇടപെട്ടിട്ട് ഈ ഒരു കാര്യം തടയുക തന്നെ ചെയ്യണം. കാര്യം ഈ മൂവിയെ കൂടെ ബാധിക്കുന്ന രീതിയിലല്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നാമതേ ഈ മൂവി ഇറങ്ങിയപ്പോഴേ ആൾക്കാർക്ക് ചൊറിച്ചിലാണ്. അതിന് ഉണ്ണിമൂന്തനെ കാണുമ്പോഴത്തേക്ക് കുറേമാർക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചൊറിച്ചിൽ കൂടുതൽ. ഈ യുവമാർക്കൊക്കെ എന്ത് ബോധമുണ്ട്? ഒരു മൂവി ചെന്ന് കണ്ടിട്ട് അത് എൻജോയ് ചെയ്തിട്ട് അത് വിടുക, അതിനെ പാർട്ടി എന്നുള്ള രീതിയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുക. ഉണ്ണിമൂന്തൻ്റെ മതം പറഞ്ഞിട്ട് കുറേ വായി നോക്കികൾ വന്നിരുന്ന് സംസാരിക്കുക. ഇങ്ങനെയുണ്ടോ മനുഷ്യർ നമ്മുടെയൊക്കെ നാട്ടിൽ? സോ ഇതാണ് ഇതിന്റെ ശരിക്കുള്ളൊരു കാര്യം. പക്ഷെ നമുക്ക് ഈ ഒരു വിഷയത്തിനകത്ത് കുട്ടികളെ പ്രോപ്പറായിട്ട്, ഞാൻ കുട്ടികളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അവർക്കും ഉള്ളിൽ ഈ ഒരു ഇങ്ങനെ ഒരു മൂവി കാണണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹം കാണും. കാര്യം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മാത്രം എന്താണ് ഈ മൂവി കാണിക്കത്തെന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചുതരാം. നിങ്ങൾ ആരും മാർക്കോ എന്ന ഫിലിം കാണാൻ പോകരുത്. കാരണം ഞങ്ങൾ കാണാത്ത ഫിലിം നിങ്ങൾ എന്തിനാ കാണണേ? നിങ്ങൾ കുട്ടികൾ കാണാത്ത ഫിലിം നിങ്ങൾ കാണണ്ട. ഇന്ന് മാർക്കോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ അവര് പറയാ കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കയറ്റില്ലെന്ന് പോലും. ആധാർ കാർഡൊക്കെ എടുത്തിട്ട് തിയേറ്ററിൽ കയറ്റുള്ളൂന്ന്. അപ്പൊ എനിക്ക് എത്ര സങ്കടമായെന്നറിയോ? അപ്പൊ ഞാന് പോയിട്ട് ലാലേട്ടന്റെ മൂവിക്ക് ടിക്കറ്റ് മേടിച്ചിട്ട് വന്നു. ലാലേട്ടന്റെ മൂവിയും കാണാന്ന് വെച്ച് തന്നെയാണ്. പക്ഷെ ക്രിസ്മസിന് മാർക്കോയും ന്യൂ ഇയറിന് ലാലേട്ടന്റെ മൂവിയും കാണാന്ന് വെച്ചതാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അതെല്ലാം എല്ലാ പ്ലാനും നിങ്ങൾക്ക് തകർത്തപ്പോ നിങ്ങൾ സമാധാനമില്ലേ? എനിക്ക് പറയേണ്ടത് മാർക്കോ എടുത്ത ഡയറക്ടറിനോടാണ്. ഞങ്ങൾ കാരണല്ലേ ഇത്ര എല്ലാ ഫിലിമും നന്നായിട്ട് റീച്ച് ആവുന്നതും കേറുന്നതും ഒക്കെ. ഞങ്ങളാണ് 3/4% ഫിലിം കയറാനായിട്ട് കാരണം. എന്നിട്ട് നിങ്ങള് ഞങ്ങൾക്ക് കാണാത്ത സിനിമ ഇറക്കുന്നോ? എന്തായാലും ഇത് ടിവിയിൽ വരില്ലേ, ഞങ്ങൾ കാണും. അപ്പൊ അതിൽ ആധാർ കാർഡൊന്നും ചോദിക്കില്ലല്ലോ. എനിക്ക് നല്ല ഗട്ട്സ് ഉണ്ട്. എത്ര കുട്ടികളൊന്നും വന്നിട്ട് മാർക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അവര് സങ്കടപ്പെടുത്തുന്ന അറിയോ? എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് നല്ല സങ്കടമുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം, എത്ര പേര് കുട്ടികള് കാണാണ്ട് വന്നു, മാർക്കോ ഫിലിം കാണാണ്ട് 18 വയസ്സ് താഴെയുള്ളവർ കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാണാണ്ട് വന്നവരൊക്കെ ഒന്ന് കമന്റ് ഒന്ന് അടിക്കണേ. നമുക്ക് നോക്കാം എത്ര പേരുണ്ടെന്ന് നോക്കാം. ബൈ. ശക്തമായ പ്രതിഷേധമാണ് ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും എനിവേ ഇത്രയൊക്കെയാണ് കാര്യം. ഈ ഒരു കുട്ടി ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഉണ്ണിമൂന്തനെ എടുത്ത് വെച്ച് ഷെയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത ഇറങ്ങാൻ പോകുന്ന പടം ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റിയ ഒരു മൂവി ആയിരിക്കും എന്നാണ് പുള്ളി അതിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം എനിവേ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയുടെ ഭാഗത്തു നിന്നുള്ള ഒന്നെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇടപെട്ടിട്ട് ഈ ഒരു വിഷയം പരിഹരിക്കുക തന്നെ ചെയ്യണം. കാര്യം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരുപാട് പേര് ഈ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ പടം കാണുന്നുണ്ട്. അതായത് ചില തിയേറ്റേഴ്സിൽ മാത്രമാണ് ഈ ID പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇതിനകത്ത് ആ മോള് പറയുന്നത് കേട്ടില്ലേ, ചില തിയേറ്ററിനകത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ID പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കാര്യം വളരെ തീരെ പൊടി പിള്ളേരെ ഒന്നും ഇവർ അനുവദിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഒരു 10, 15 വയസ്സും 16 വയസ്സൊക്കെ ഉള്ളവരെയൊക്കെ മൂവി കാണാനായിട്ട് അനുവദിക്കുവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു മൂവിയാണ്. കാര്യം അങ്ങനെ ഉള്ളവർ കണ്ടാൽ മതി എന്നുള്ളൊരു രീതിയിൽ ഇറക്കിയ ഒരു മൂവി തന്നെയാണത്. അതിന് ദോഷം വരുന്ന രീതിയിലാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ മൂവിക്കെതിരെയും കുറെ ആൾക്കാർ കൊണ്ടുപോയി കേസ് കൊടുക്കാനും പോകുന്നു. എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും ഇതാണ് ഇതിന്റെയൊക്കെ സംഭവം. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.